നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൂണ്ടലിൽ ലഹരി സംഘത്തിന്റെ വീട് കയറിയുള്ള ആക്രമണത്തിൽ 76-കാരി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. സംഭവത്തിൽ പ്രതികളിൽ ചിലർ പോലീസ് പിടിയിൽ. എക്സൈസ് ഓഫീസ് പ്രവർത്തിക്കുന്ന ചൂണ്ടൽ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ സംഘം വിലസുമ്പോഴും അധികൃതർക്ക് നിസ്സംഗ മനോഭാവമെന്ന ആക്ഷേപം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ച സംഭവം നഷ്ടപരിഹാര തുക അനുവദിക്കാൻ റെയിൽവേ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന പരാതിയിൽ 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ഇത് സംബന്ധിച്ച് നൽകിയ പരാതിയിലാണ് തുടർ നടപടി. പ്രശസ്തമായ പഴഞ്ഞി അരുവായ് ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വേല മഹോത്സവം ഫെബ്രുവരി 27, 28 തീയതികളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. വാർത്തകൾ വിശദമായി. ചൂണ്ടലിൽ ലഹരി സംഘത്തിന്റെ വീട് കയറിയുള്ള ആക്രമണത്തിൽ 76-കാരി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. സംഭവത്തിൽ പ്രതികളിൽ ചിലർ പോലീസ് പിടിയിലായി. ചൂണ്ടൽ പഞ്ചായത്തിലെ പയ്യൂർക്കാവ് പ്രദേശത്ത് ലഹരി മാഫിയ വീട് കയറി നടത്തിയ ആക്രമണത്തിലാണ് പരിസരവാസിയായ പാർവണ വീട്ടിൽ ലീലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. ലീലയുടെ പേരക്കുട്ടിക്ക് സംഘം ലഹരി വസ്തുക്കൾ നൽകുന്നത് ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പറയുന്നത്. അതേസമയം പൂരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്നും പറയുന്നുണ്ട്. ബാക്ക് പൊട്ടി, അത് എന്നിട്ട് മേലൊക്കെ ചോരയായപ്പോൾ അങ്ങനെ തന്നെ ഡോക്ടറത്തേക്ക് ആസ്പത്രിയിലേക്ക് പോയി. അത് ആ മുണ്ടിലൊക്കെ ഉണ്ട്, കണ്ടറിയാം, ആകം നിറഞ്ഞ് മുണ്ട് ഇതായിട്ടിരിക്കുന്നത്. ഇവിടെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ അനിയൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ട് ചെറുപ്പത്തിൽ നടന്നിരുന്നതാ, ഒപ്പം നടന്നിരുന്നതാ. പക്ഷേ അതെ, ലീലയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ സംഘം വീടിന്റെ ചില്ല് തല്ലി തകർക്കുകയും തടയാൻ ശ്രമിച്ച ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ഇവരുടെ നിലവിളി കേട്ട് നാട്ടുകാർ എത്തിയപ്പോഴേക്കും അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. ലീലയുടെ മകളുടെ മക്കളായ വിഷ്ണുദത്ത്, വിശ്വജിത്ത് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. സാരമായി പരിക്കേറ്റ വിശ്വജിത്ത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അമൽജിത്ത്, നീരജ്, രഞ്ജീഷ്, അക്ഷയ്, ശ്യാം, അശ്വിൻ ബാബു, രഞ്ജിത്ത് തുടങ്ങിയവരും മറ്റ് 5ഓളം പേരും ചേർന്നാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. ഈ സംഘത്തിലെ 3 പേരെ പോലീസ് ഇതിനോടകം പിടികൂടിയിട്ടുണ്ട്. മറ്റു പ്രതികൾക്കായി പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എക്സൈസ് റേഞ്ച് ഓഫീസ് പ്രവർത്തിക്കുന്ന ചൂണ്ടൽ സെന്ററിന് മൂക്കിന് താഴെയാണ് ലഹരി സംഘങ്ങൾ വിലസുന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും ലഹരി സംഘങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നുവെന്ന ഗുരുതരമായ ആക്ഷേപവും നാട്ടുകാർക്കിടയിലുണ്ട്. പോലും നോർമൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും കണ്ണും ചോപ്പിച്ച് ഏതോ മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് വന്നിരുന്നത് വീട്ടിലേക്ക്. ആ സമയത്ത് ഞങ്ങളെ തല്ലണ കണ്ടിട്ട് അമ്മമ്മ ഓടി വന്നപ്പോൾ ഞങ്ങളെ തല്ലാൻ വേണ്ടിയിട്ട് ഇതായത്. ആ സമയത്ത് അമ്മമ്മ ഇവിടെ വന്ന് അവർ സ്ഥിരം കാണുന്ന ഇതാണ്, ഇവിടെ ഈ നാട്ടിലുള്ള കുട്ടികൾ തന്നെയാണ്, അത് മാറ്റി പിടിച്ചതാണ്. ആ പിടിച്ചത് തന്നെ അമ്മയ്ക്ക് ഓർമ്മയുള്ള. അമ്മമ്മേനെ ഇരുമ്പ് വൈപ്പിന് തലക്കടിച്ചിട്ട് അവിടെ വീഴ്ത്തിയേക്കായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ അറിയില്ല, ഞങ്ങൾ 2 പേരെ അവിടെ ഇവിടെ ഇട്ടിട്ട് ഈ പറഞ്ഞ സംഘം ആക്രമിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ വൈഫ് വന്നിട്ടുണ്ടായിരുന്നു. വൈഫിനെ കാറിൻ്റെ മുന്നിലേക്ക് പിടിച്ചിട്ട് തള്ളി. അത് കഴിഞ്ഞ് നാട്ടുകാരും ബാക്കിയുള്ള ആൾക്കാരും കൂടിയപ്പോൾ ഇവരെ വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയുണ്ടായത്. ഗുരുവായൂർ നഗരസഭയ്ക്ക് 137.62 കോടി രൂപയുടെ ബജറ്റ്. ഗുരുവായൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി 137 കോടി 62,09,452 രൂപ വരവും 103 കോടി 33,42,000 രൂപ ചെലവും 34 കോടി 28,67,452 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ആധുനിക ഓഫീസ് സമുച്ചയത്തിന് 52 കോടി 50 ലക്ഷം രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചത്. കാർഷിക മേഖലയ്ക്ക് 1 കോടി 50 ലക്ഷം, മൃഗസംരക്ഷണ മേഖലയ്ക്ക് 58 ലക്ഷം രൂപ, മത്സ്യബന്ധന മേഖലയ്ക്ക് 27 ലക്ഷം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 1 കോടി 10 ലക്ഷം, വനിതാ ശാക്തീകരണത്തിന് 58 ലക്ഷം, ശിശുവികസനത്തിന് 90 ലക്ഷം എന്നിങ്ങനെ ബജറ്റ് വിഭാവനം ചെയ്യുന്നു. അതേസമയം ചട്ടപ്രകാരമല്ല ബജറ്റ് അവതരണമെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു. ഇതേ തുടർന്നുണ്ടായ ഏറെ നേരത്തെ ബഹളങ്ങൾക്കൊടുവിലാണ് വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് ബജറ്റ് അവതരിപ്പിച്ചത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിക്കാത്ത ബജറ്റാണ് ഇതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ നടപടിക്രമങ്ങൾ സമ്പൂർണ്ണമായും പാലിച്ചാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്ന് സെക്രട്ടറി H. അഭിലാഷ് കുമാർ പറഞ്ഞു.
ബജറ്റ് ചർച്ച ശനിയാഴ്ച നടക്കും. കഴിഞ്ഞ ദിവസം മോഷണം നടന്ന ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റും പരിശോധന നടത്തി. ക്ഷേത്രത്തിൽ നിന്ന് മണം പിടിച്ച നായ 1/2 കിലോമീറ്റർ അകലെയുള്ള നളന്ദ ജംഗ്ഷൻ വരെ എത്തി. മോഷ്ടാക്കളെന്ന് കരുതുന്ന വിരലടയാളങ്ങൾ പോലീസ് ശേഖരിച്ചു. ടെമ്പിൾ SHO G അജയകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് മേഖലയിലെ CCTVകൾ പരിശോധിച്ച് തെളിവ് ശേഖരിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. തിടപ്പള്ളി വഴി അകത്ത് കടന്ന മോഷ്ടാക്കൾ ശ്രീകോവിലിന് മുമ്പിലെ ഭണ്ഡാരം എടുത്തുകൊണ്ടുപോയിരുന്നു. 2 പേർ മുഖം മറച്ച് ഭണ്ഡാരം കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യം ക്ഷേത്രത്തിനകത്തെ CCTVയിൽ പതിഞ്ഞിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ച സംഭവം നഷ്ടപരിഹാര തുക അനുവദിക്കാൻ റെയിൽവേ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയിൽ 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിസരത്ത് 500-ലധികം ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ച സംഭവത്തിൽ നഷ്ടപരിഹാര തുക റെയിൽവേയുടെ ഭാഗത്തുനിന്നും അനുവദിക്കാൻ യാതൊരു നടപടിയും ഇല്ലെന്നുള്ള പരാതിയിൽ 4 ആഴ്ചയ്ക്കകം റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ മാനേജർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ഇത് സംബന്ധിച്ച് നൽകിയ പരാതിയിലാണ് കമ്മീഷൻ അംഗം വി ഗീത റെയിൽവേയോട് റിപ്പോർട്ട് തേടിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ 2 വീലർ പാർക്കിംഗ് പരിസരത്താണ് തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ 500-ലധികം ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ചിരുന്നു. പാർക്കിംഗ് സ്ഥലം റെയിൽവേ കരാർ വിളിച്ച് പ്രൈവറ്റ് ഏജൻസികൾക്ക് നൽകിയതാണെന്നും അതിനാൽ നഷ്ടപരിഹാരം റെയിൽവേക്ക് നൽകുവാൻ കഴിയില്ലെന്നും റെയിൽവേ നിലപാട് സ്വീകരിക്കുന്നു. നഷ്ടപരിഹാര തുക ഇൻഷുറൻസ് പരിരക്ഷ മുഖേന നേടിയെടുക്കണമെന്നാണ് റെയിൽവേ അനൌദ്യോഗികമായി വ്യക്തമാക്കുന്നത്. വാഹനം കത്തി നശിച്ചവർക്ക് നഷ്ടപരിഹാര വിഹിതം നൽകില്ലെന്ന റെയിൽവേയുടെ നിലപാടിൽ മനുഷ്യാവകാശ ലംഘനമുണ്ടെന്ന് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ചൂണ്ടിക്കാട്ടുന്നു. റെയിൽവേ പരിസരത്ത് നടന്ന തീ പടർന്ന് കത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവത്തിൽ നിന്നും റെയിൽവേക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. ചില ന്യായീകരണങ്ങളും തടസ്സവാദങ്ങളും പറഞ്ഞ് മാന്യമായി ലഭ്യമാകുന്ന അർഹമായുള്ള നഷ്ടപരിഹാര തുക നിഷേധിക്കുന്ന റെയിൽവേയുടെ നിലപാടിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഗുരുവായൂർ ചിറ്റാട്ടുകര തെരുവിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് 2 പേർക്ക് പരിക്ക്. കാർ യാത്രികരും പാവർട്ടി കാക്കശ്ശേരി സ്വദേശികളുമായ നാലകത്ത് മുഹമ്മദ് ഫർഷീൻ, പണിക്ക വീട്ടിൽ റൌഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 1:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രശസ്തമായ പഴഞ്ഞി അരുവായ് ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വേലമഹോത്സവങ്ങൾ ഫെബ്രുവരി 27-28 തീയതികളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 27-ാം തീയതി ആനപ്പൂരവും 28-ന് തട്ടകദേശങ്ങളിൽ നിന്നുള്ള കാവടി, തെയ്യം, തിറ, പൂതൻ തുടങ്ങിയ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ വേലാഘോഷവും നടക്കും. 53 ദേശങ്ങൾക്ക് അധിപയായ ചിറവരമ്പത്തുകാവിലെ തട്ടകത്തമ്മയുടെ പൂരക്കാലത്തിന് ഒരുക്കങ്ങളായി കഴിഞ്ഞു. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിൽ ആനച്ചൂര് പരക്കാനും ഒഴുകിയെത്തുന്ന പൂരപ്രേമികളെ സ്വീകരിക്കാനും തട്ടകം ഒരുങ്ങി. മകരച്ചൊവ്വ ദിവസം ദീപാരാധനയ്ക്ക് ശേഷം കൂറയിട്ട് ആരംഭിച്ച് കുംഭത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ താലപ്പൊലി എന്ന പൂരവേല മഹോത്സവം ആഘോഷിക്കുന്നത്. ഓരോ പൂരപ്രേമികളുടെയും കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഉത്സവാഘോഷത്തിൽ കേരളത്തിന്റെ തലയെടുപ്പുള്ള 50ഓളം ഗജവീരന്മാരും ഉത്സവ കേരളത്തിന്റെ വാദ്യപ്പെരുമ ലോകമെമ്പാടും പരത്തിയ വാദ്യകലാകാരന്മാരും പങ്കെടുക്കും. ഈ വർഷത്തെ പൂരമഹോത്സവം ഫെബ്രുവരി 27-28 ശനി, ഞായർ, വെള്ളി, ശനി ദിവസങ്ങളിലാണ് ആഘോഷിക്കുന്നത്. 27-ാം തീയതി വെള്ളിയാഴ്ച ആനപ്പൂരവും അവകാശികളുടെ വേലവരവും 28-ന് തട്ടകദേശത്തിന്റെ കാവടി, തെയ്യം, തിറ, പൂതൻ എന്നിവയുടെ എഴുന്നള്ളിപ്പുമാണ് നടക്കുക. 27-ാം തീയതി വെള്ളിയാഴ്ച വിശേഷാൽ പൂജകൾക്കും നടപ്പറയ്ക്കും ശേഷം 2:30യോടെ മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിൽ 100-ൽ പരം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന നടപ്പുര പഞ്ചാരിയോടെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ഗജോത്തമൻ പട്ടാമ്പി മണികണ്ഠൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തട്ടകത്തെ 38 പ്രാദേശിക കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് 5:45-ന് പാടത്ത് 50 ഗജവീരന്മാർ അണിനിരന്ന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പാണ്ടിമേളം അകമ്പടിയാകും. തുടർന്ന് ദീപാരാധന, നിറമാല, ദീപക്കാഴ്ച, പയ്യഴിപ്പറ എന്നിവയോടെ പകൽപൂരം സമാപിക്കും. രാത്രി ഭഗവതിയുടെ താലപ്പൊലിയും 1 മണിക്ക് കണ്ടുരുത്തി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മധു എഴുന്നള്ളിപ്പും
പുലർച്ചെ 5:30 കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടാകും. ശേഷം ആനകൾ ക്ഷേത്രപ്രദക്ഷിണം ചെയ്യുന്നതോടെ ആനപ്പൂരം സമാപിക്കും. 28-ാം തീയതി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 6:15 കാവടി, തെയ്യം, കരിങ്കാളി, തിറ, പൂതൻ, മറ്റ് കലാരൂപങ്ങൾ എന്നിവ ക്ഷേത്രത്തിലെത്തി ഭഗവതിയെ വണങ്ങും. തുടർന്ന് ദീപാരാധന, നിറമാല എന്നിവയും രാത്രി 10 മണിക്ക് വടക്കൻ വാതിലിൽ നടക്കുന്ന ഗുരുതിയോടെ പൂരവേല ചടങ്ങുകൾക്ക് സമാപനമാകും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ KG ഗിരീഷ്, PK രാധാകൃഷ്ണൻ, EV അനിൽകുമാർ, PK രവി എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി നെല്ലുവായ് സെന്ററിന് സമീപം ഉന്തുവണ്ടിയിൽ ലോറി ഇടിച്ച് തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു. പ്രദേശത്ത് ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്ന സമ്പത്തിനാണ് പരിക്ക്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് അപകടം. പരിക്കേറ്റ സമ്പത്തിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേലൂർ പാത്രമംഗലം തോന്നല്ലൂർ റോഡിൽ തലതിരിഞ്ഞിരിക്കുന്ന അപകട സൂചനാ ബോർഡ് അപകട ഭീഷണിയാകുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ ഇത്തരത്തിലുള്ള അനാസ്ഥ കൂടുതൽ അപകടങ്ങൾക്കിടയാക്കുന്നുവെന്ന് ആരോപണം. പ്രദേശത്തെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്ന തോന്നല്ലൂർ ക്ഷേത്രത്തിനടുത്തുള്ള വളവിലാണ് ബോർഡ് തലതിരിച്ചു വെച്ചിരിക്കുന്നത്. ഓരോ ദിവസവും രാത്രിയിലും പകലുമായി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. അത്യന്തം അപകട മേഖലയായതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് വളവിലായി ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ എപ്പോഴോ മറിഞ്ഞു വീണ ബോർഡ് പിന്നീട് യഥാവിധി പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ് ആപത്ത് ക്ഷണിച്ചു വരുന്നതെന്നും ആരോപണമുണ്ട്. ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. ചൊവ്വാഴ്ച രാവിലെ 4 മണിക്ക് പള്ളി ഉണർത്തലിന് ശേഷം ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, അഭിഷേകം, ഉഷപൂജ, കാഴ്ചശീവേലി, കലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, മേൽശാന്തി MK ശിവാനന്ദൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 3 മണിക്ക് ശ്രീ ശങ്കരപുരം പ്രകാശൻ മാരാർ സംഘം നയിച്ച പഞ്ചവാദ്യത്തോടെയുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വിവിധ കരകളിൽ നിന്നുള്ള 23 ഉത്സവാഘോഷ കമ്മിറ്റികളുടെ പൂരങ്ങൾ രാത്രി 8 മണിക്ക് ക്ഷേത്രത്തിലെത്തി. ഗജവീരന്മാർ, വിവിധ വാദ്യമേളങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, വർണ്ണക്കാവടികൾ എന്നിവ എഴുന്നള്ളിപ്പുകൾക്ക് അകമ്പടിയായി. രാത്രി 8 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം വർണ്ണമഴ ഉണ്ടായി. രാത്രി 10:30 ആറാട്ടും കൊടിയിറക്കവും നടന്നതോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് K പ്രധാൻ, KR രമേശ്, AA ജയകുമാർ, NG പ്രവീൺകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് തത്വമസി ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പൂരാഘോഷമാണ്. ഓം നമഃ ശിവായ. ചെണ്ടമേളം, പഞ്ചവാദ്യം. ജനകീയാസൂത്രണം 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2026-2027 വാർഷിക പദ്ധതികളുടെ നിർദ്ദേശങ്ങൾക്കും അംഗീകാരങ്ങൾക്കുമായി പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ സെമിനാർ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ തളികശ്ശേരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. അസിസ്റ്റന്റ് സെക്രട്ടറി J ജയകുമാർ അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷംസീറ അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചാവക്കാട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ KH ആബിദ്, C ജയന്തി, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അബൂബക്കർ കുന്നകാട്ടയിൽ, V അപ്പു മാസ്റ്റർ, ലതിക തുളസീദാസ്, സുബൈദ പാലക്കൽ തുടങ്ങിയവരും പഞ്ചായത്ത് മെമ്പർമാരായ AD ധാനിബ്, ശോഭ പ്രേമൻ, ഷാജി തൃപ്പറ്റ്, പുന്നയൂർക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P ഗോപാലൻ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ സക്കറിയ പൂക്കാട്ട്, PP ബാബു, സുരേഷ് ബാബു, NK സെലീൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ സ്വാഗതവും ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഷ്കർ അറക്കൽ നന്ദിയും പറഞ്ഞു. നിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, കുടുംബശ്രീ CDS അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് സൽക്കാരവും സൽക്കാര കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു. ആലൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൗസിൽ മുസ്ലിം മൗദ് ദിനം ആചരിച്ചു. ഇമാം മഹദിയായ മിർസ ഗുലാം മുഹമ്മദ് ഹോഷിയാർപൂരിൽ നടത്തിയ തപോയജ്ഞത്തിന് ശേഷം 52 മഹത്തായ ഗുണങ്ങളോടുകൂടിയ ഒരു പുത്രന്റെ ജനനം സംബന്ധിച്ച് നടത്തിയ ദിവ്യ പ്രഖ്യാപനത്തിന്റെ സ്മരണാർത്ഥമാണ് ലോകമെമ്പാടുമുള്ള അഹമ്മദികൾ ഈ ദിനം ആചരിക്കുന്നത്. ആലൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ചടങ്ങിൽ അധ്യക്ഷനായി. റുസ്തം അഹമ്മദ് ഖുർആൻ പാരായണവും
അയാൻ അഹമ്മദ് പദ്യവും ആലപിച്ചു. ആളൂർ വയോജന സംഘടനാ പ്രസിഡന്റ് അബ്ബാസ് ആളൂർ പ്രവചന ഭാഗങ്ങൾ പാരായണം ചെയ്തു. വാക്തത്ത പുത്രനും അഹമ്മദിയ ഖിലാഫത്തിന്റെ രണ്ടാം ഖലീഫയുമായ മിർസ ബഷീറുദ്ദീൻ മുഹമ്മദ് അഹമ്മദിന്റെ ജീവിതവും പ്രവചന സാക്ഷാത്കാരവും എന്ന വിഷയത്തെ അധികരിച്ച് ആളൂർ യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ്, മൗലവി ഗുലാം അഹമ്മദ് എന്നിവർ പ്രഭാഷണം നടത്തി. തയ്യൽക്കാരെ ESI സ്കീമിൽ ഉൾപ്പെടുത്തണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ടാണശ്ശേരി ഏരിയ കൺവെൻഷൻ പ്രമേയം വഴി അധികാരികളോട് ആവശ്യപ്പെട്ടു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ജീന ബാബു അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി PJ ജോൺസൺ വാർഷിക റിപ്പോർട്ടും ഏരിയ ട്രഷറർ സുശീല സതീശൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച AKTE അംഗങ്ങളായ സിമി ടെൽസൺ, ലിയ ജോജോ, സുനിത ഉണ്ണിമോൻ, ആൻലി ജിബി, രാജി മണികണ്ഠൻ എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു. നിലവിലുള്ള അംഗങ്ങൾ കൊഴിഞ്ഞുപോകാതെ അംഗത്വം വർദ്ധിപ്പിച്ച ചേലൂർ, വാഗ, എളവള്ളി എന്നീ യൂണിറ്റുകളെ ആദരിച്ചു. അജിത സുമേഷ്, ഓമന ശ്രീധരൻ, സുധ ഉണ്ണികൃഷ്ണൻ, മെർലി ജോസഫ്, ഷെല്ലി വിവേകാനന്ദൻ, സന്ധ്യ ഷാജി എന്നിവർ സംസാരിച്ചു. മറ്റം നമ്പഴിക്കാട്, എളവള്ളി, പൂവത്തൂർ, ചേലൂർ, വാഗ എന്നീ യൂണിറ്റുകളിൽ നിന്നും പ്രതിനിധികളായി 200 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. സംഘടനയുടെ തനത് ബ്രാൻഡായ TLT തുണിത്തരങ്ങളുടെ വിപണനവും പ്രദർശനവും ഉണ്ടായിരുന്നു. പ്രസവാനുകൂല്യം ഒറ്റത്തവണ വിതരണം ചെയ്യുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, തെരുവുനായ ശല്യത്തിന് നിയന്ത്രണം വരുത്തുക, സീനിയോറിറ്റി പെൻഷൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയം വഴി കൺവെൻഷൻ ഉന്നയിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ ചൊവ്വന്നൂർ ബ്ലോക്ക് തല സമാപനം വിവിധ ആരോഗ്യ പരിപാടികളോടെ ആളൂർ വായനശാല പരിസരത്ത് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും ആഭിമുഖ്യത്തിൽ സർക്കാർ ആരോഗ്യ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ആരോഗ്യ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പര്യടനത്തിന്റെ ലക്ഷ്യം. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV തിലകൻ, ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസാദ് CN, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ, ബ്ലോക്ക് മെമ്പർ പ്രമിത സജീവൻ, പഞ്ചായത്ത് അംഗങ്ങളായ നിവ്യ റിനീഷ്, ലിയ ജോജു, ഗംഗാധരൻ മാസ്റ്റർ, സൗമ്യാധനൻ, വിനു ജോൺസൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം മലങ്കര ആശുപത്രി നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് തുടങ്ങി വിവിധ കലാപരിപാടികളും ഉണ്ടായി. അക്കിക്കാവ് NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മന്നത്ത് പത്മനാഭന്റെ 56ാമത് ചരമവാർഷിക ദിനാചരണം നടത്തി. കരയോഗ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ മന്നത്തിന്റെ ചിത്രത്തിന് മുൻപിൽ നിലവിളക്ക് തെളിയിച്ച് പുഷ്പാർച്ചനയും നടത്തി. കരയോഗം പ്രസിഡന്റ് N രാധാകൃഷ്ണൻ, കരയോഗം സെക്രട്ടറി P പ്രവീൺകുമാർ, കരയോഗം വൈസ് പ്രസിഡന്റ് K ഭാസ്കരൻ നായർ, ട്രഷറർ K ഉണ്ണികൃഷ്ണൻ, K രാജേന്ദ്രൻ, K വിനോദ് കുമാർ, തിലക ടീച്ചർ, അംബിക തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി SSC UP സ്കൂളിൽ കരാട്ടെ കളർ ബെൽറ്റ് അവാർഡിംഗ് നടത്തി. ചൊവ്വാഴ്ച സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് വിദ്യാർത്ഥികൾക്ക് കളർ ബെൽറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷഡോക്കൻ കരാട്ടയുടെ ആഭിമുഖ്യത്തിലാണ് സ്കൂളിലെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് കളർ ബെൽറ്റ് അവാർഡിംഗ് നൽകിയത്. ചടങ്ങിൽ സെംബായ് ജസീം, സ്കൂൾ പ്രധാനാധ്യാപകൻ K മുഹമ്മദ്, സൽമാൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് റഹിയാനത്ത് PA, MPTA TA പ്രസിഡന്റ് VV റൈഹാനത്ത്, അധ്യാപകരായ VK മിനി ടീച്ചർ, OS പ്രഭിത എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,840 രൂപ, സ്വർണം പവന് 1,18,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചർമ്മം തൃശൂർ അതിരൂപത സീനിയർ വൈദികൻ പെരിയ ജോയ് ഫ്രാൻസിസ് എടക്കളത്തൂർ നിര്യാതനായി 84 വയസ്സായിരുന്നു. കുന്നംകുളം ചിറ്റഞ്ഞൂർ തലക്കാട്ട് വീട്ടിൽ തിലകമണി നിര്യാതയായി 66 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. പരേതനായ വിദ്യാധരൻ ഭർത്താവാണ് മെവിൻ. മാധ്യമപ്രവർത്തകനും ചലച്ചിത്ര പ്രവർത്തകനുമായ ഗാവിൻ എന്നിവർ മക്കളാണ്.
വടക്കാഞ്ചേരി ഓട്ടുപാറ ചെറുവത്തൂർ പരേതനായ മാത്യൂസ് ഭാര്യ ബേബി നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം മാർത്താണ്ഡ സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടന്നു. റീന, ലാലു, ബോബി, സീന എന്നിവർ മക്കളാണ്. എളവള്ളി കടുപ്പത്ത് കുഞ്ഞപ്പു മകൻ ചന്ദ്രൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി ശാന്തിതീരം വാതക ശ്മശാനത്തിൽ നടന്നു. അജിത ഭാര്യയും രഞ്ജിത്ത്, സംഗീത, വിവേക് എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്ത. ചൂണ്ടലിൽ ലഹരി സംഘത്തിന്റെ വീട് കയറിയുള്ള ആക്രമണത്തിൽ 76കാരി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. സംഭവത്തിൽ പ്രതികളിൽ ചിലർ പോലീസ് പിടിയിൽ. എക്സൈസ് ഓഫീസ് പ്രവർത്തിക്കുന്ന ചൂണ്ടൽ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ സംഘം വിലസുമ്പോഴും അധികൃതർക്ക് നിസ്സംഗ മനോഭാവമെന്ന ആക്ഷേപം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ച സംഭവം. നഷ്ടപരിഹാര തുക അനുവദിക്കുവാൻ റെയിൽവേ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയിൽ 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ഇത് സംബന്ധിച്ച് നൽകിയ പരാതിയിലാണ് തുടർ നടപടി. പ്രശസ്തമായ പഴഞ്ഞി അരുവായ് ശ്രീ ചെറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വേലമഹോത്സവം ഫെബ്രുവരി 27-28 തീയതികളിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.